ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷം ഗൾഫ് മേഖലയിലേക്ക് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ GCC രാജ്യങ്ങളിലും ഇറാൻ ബോംബ് വർഷം തുടരുകയാണ്. പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമത്തിൽ ഇറാൻ അണുബോംബ് പ്രയോഗിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഒരു അണുബോംബ് നിർമ്മാണത്തിൻ്റെ വക്കുവരെ എത്തിയപ്പോഴായിരുന്നു കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലും അമേരിക്കയും വലിയ ആക്രമണം അഴിച്ചുവിട്ട് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ നശിപ്പിച്ചു എന്നവകാശപ്പെട്ടത്. അപ്പോഴും അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമാണ്, എപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഒരു ആണവായുധം ഉണ്ടാക്കാൻ കഴിയും എന്ന ഭീതി പൊതുവേ ഉണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം, അതിൽ നിന്ന് ആറ്റം ബോംബ് എന്നൊക്കെ കേൾക്കുന്നതും മാധ്യമങ്ങൾ വെച്ചലക്കുന്നതുമല്ലാതെ എന്താണ് ഈ ഏർപ്പാട് എന്നതിനെക്കുറിച്ച് പൊതുവേ ആർക്കും വലിയ പിടിയൊന്നുമില്ല. എന്നാൽ നമുക്കിന്ന് അത് തന്നെ ചർച്ച ചെയ്താലോ? അപ്പോൾ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും എല്ലാം ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ. അണുബോംബ്, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ അവ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ നമ്മൾ പല പ്രാവശ്യം വിശദമായി ചർച്ച ചെയ്തതാണ്. ഭാരമുള്ള ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിൻ്റെ ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ കൊണ്ട് പിളർക്കുമ്പോൾ അവ ഭാരം കുറഞ്ഞ 2 ന്യൂക്ലിയസുകളായി മാറും. അതിൽ കുറച്ച് മാസ് ഊർജ്ജമായി പുറത്തു വരും. ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ അതൊരു ചെയിൻ റിയാക്ഷനായി വലിയൊരു സ്ഫോടനത്തിൽ കലാശിക്കുന്നു. ഇതാണ് ആറ്റം ബോംബ് എന്ന് പൊതുവെ പറയുന്ന സംഭവം. ഇതിൽ ന്യൂക്ലിയസിനെ പിളർക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം നിയന്ത്രിച്ച് ഈ ചെയിൻ റിയാക്ഷനെ നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ തുടർച്ചയായി ഊർജമുണ്ടാക്കാൻ കഴിയും. അതാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ചെയ്യുന്നത്. റിയാക്ടറുകളിലും ബോംബുകളിലും ഉപയോഗിക്കുന്നത് ഒരേ ഇന്ധനം തന്നെയാണ്, യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം. അതെന്താ അങ്ങനെ വേറെയൊന്നും പറ്റാത്തത്? എല്ലാ മൂലകങ്ങളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞത് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ തന്നെയല്ലേ? ശരിയാണ്, പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്. ചില മൂലകങ്ങളുടെ ന്യൂക്ലിയസിൽ ഉള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം വളരെ കൂടുതലാണ്. ആ ന്യൂക്ലിയസുകൾ പൊതുവെ അൺസ്റ്റേബിളാണ്. അതുമല്ല, ന്യൂക്ലിയസിനുള്ളിൽ വീക്ക് ഇൻ്ററാക്ഷൻ എന്നൊരടിസ്ഥാന ബലമുണ്ട്. 4 അടിസ്ഥാന ബലങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത്: ഗുരുത്വാകർഷണം, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയസിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളെ ചേർത്ത് നിർത്തുന്ന സ്ട്രോങ് ഇൻ്ററാക്ഷൻ എന്നിവയാണ് മറ്റു 3. ന്യൂക്ലിയസിനുള്ളിലെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്ന ഒരു ഫോഴ്സാണ് വീക്ക് ഇൻ്ററാക്ഷൻ. സ്ട്രോങ് ഇൻ്ററാക്ഷനെ അപേക്ഷിച്ച് വളരെ കുറവായതുകൊണ്ടാണ് ഇതിനെ വീക്ക് ഇൻ്ററാക്ഷൻ എന്ന് വിളിക്കുന്നത്. പേര് വീക്കാണെങ്കിലും ഇവൻ അത്ര വീക്കല്ല കേട്ടോ. റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ ഫിഷൻ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ ദുർബലനാണ്. അങ്ങനെ ഉയർന്ന എണ്ണം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉയർന്ന തോതിൽ വീക്ക് ഇൻ്ററാക്ഷനുമുള്ള ചില മൂലകങ്ങളുടെ ന്യൂക്ലിയസുകളിൽ നിന്നും ചില റേഡിയേഷനുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. വീക്ക് ഇൻ്ററാക്ഷൻ കാരണം ന്യൂട്രോണുകൾ പിളർന്ന പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമായി അതിലെ ഇലക്ട്രോണുകൾ ബീറ്റ പാർട്ടിക്കിളായി പുറത്തു വരുന്നതാണ് ഒന്ന്. അതേപോലെ ആൽഫ, ഗാമ എന്നീ റേഡിയേഷനുകളുമുണ്ട്. ഉള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണം മാറുമ്പോൾ അത് മറ്റൊരു മൂലകത്തിൻ്റെ ന്യൂക്ലിയസായി മാറും. അങ്ങനെ യഥാർത്ഥ മൂലകം മറ്റൊരു മൂലകമായി മാറും. ഇതിനെയാണ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളെയാണ് ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിക്കുന്നത്. യുറേനിയം 235, പ്ലൂട്ടോണിയം 239 എന്നിവയൊക്കെയാണിത്. 235, 239 എന്നൊക്കെ പറഞ്ഞാൽ ഇവയുടെ മാസ് നമ്പറാണ്. എന്ന് വെച്ചാൽ അവയുടെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, അതാണ് അറ്റോമിക് നമ്പർ. എന്ന് വെച്ചാൽ അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം. മാസ് നമ്പർ എന്നാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ്. പ്രോട്ടോണുകളുടെ എണ്ണം ഒരേപോലെ നിർത്തി ന്യൂട്രോണുകളുടെ എണ്ണം മാത്രം കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ മൂലകത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം നിലനിർത്തി തന്നെ വേറെ സവിശേഷതകളുള്ള വകഭേദമായി മാറുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ പല തരത്തിലുള്ള അരി വാങ്ങാറില്ലേ? പച്ചരി, പുഴുങ്ങലരി, മട്ടയരി, ബസുമതി അരി. അരി എന്ന അടിസ്ഥാന സ്വഭാവം ഉള്ളപ്പോൾ തന്നെ വിവിധ ഗുണങ്ങളുള്ളവ. അതുപോലെ മൂലകങ്ങളിലും അടിസ്ഥാന സ്വഭാവം നിലനിർത്തി ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യാസപ്പെടുത്തുമ്പോൾ ഒരേ മൂലകത്തിൻ്റെ വിവിധ വകഭേദങ്ങളുണ്ടാകും.
അതിനെയാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. അതായത് എല്ലാ ഐസോട്ടോപ്പുകളിലും ഉള്ള പ്രോട്ടോണുകളുടെ എണ്ണം അഥവാ അറ്റോമിക് നമ്പർ ഒന്ന് തന്നെയായിരിക്കും. യുറേനിയത്തിൻ്റെ കേസിൽ ഇത് 92ആണ്. പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായി ലഭിക്കുന്ന യുറേനിയത്തിൻ്റെ 99.3% യുറേനിയം 238 എന്ന ഐസോട്ടോപ്പാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ന്യൂക്ലിയസിൽ 92 പ്രോട്ടോണുകളും 146 ന്യൂട്രോണുകളുമാണുള്ളത്. ഇതിൽ ബാക്കി 0.7% യുറേനിയം 235 എന്ന ഐസോട്ടോപ്പാണ്. അതായത് അതിൻ്റെ ന്യൂക്ലിയസിൽ 92 പ്രോട്ടോണുകളും 143 ന്യൂട്രോണുകളുമാണുള്ളത്. ഈ യുറേനിയം 235 എന്ന ഐസോട്ടോപ്പിനെ മാത്രമേ ഫിഷന് വിധേയമാക്കാൻ കഴിയുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ പിളർക്കാൻ കഴിയുകയുള്ളൂ ന്യൂട്രോൺ ഉപയോഗിച്ചുകൊണ്ട്. ഈ ചെറിയ ഭാഗം യുറേനിയം 235നെ വേർതിരിച്ച് കൂട്ടി വെച്ച് ഒരാവശ്യമായ ക്വാണ്ടിറ്റിയിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് യുറേനിയം സമ്പുഷ്ടീകരണം അഥവാ യുറേനിയം എൻറിച്ച്മെൻറ്റ്. നോക്കൂ, 1 ടൺ നാച്ചുറൽ യുറേനിയം കിട്ടിയാൽ അതിൽ കേവലം 7 ഗ്രാം മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലേക്ക് 3 മുതൽ 7% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മതിയാകും. എന്ന് വെച്ചാൽ 1 ടൺ നാച്ചുറൽ യുറേനിയം, അതായത് യുറേനിയം 238ൽ 30-70 ഗ്രാം വരെ ആ 235 എത്തിക്കുന്ന പ്രോസസ്സ്. ന്യൂക്ലിയർ അന്തർവാഹിനികളിലും വിമാനവാഹിനികളിലുമൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ റിയാക്ടറുകളിലേക്ക് 20-30% വരെ എൻറിച്ച് ചെയ്ത യുറേനിയമാണ് വേണ്ടത്. ഇങ്ങനെ ഫിഷൻ നടക്കുന്ന ഭാഗത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്തോറും യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ അളവ് കൂടി വരും. അങ്ങനെ വിമാനത്തിലും മിസൈലിലുമൊക്കെ കൊണ്ടുപോകാവുന്ന ഒരു ബോംബിൻ്റെ ചെറിയ വലിപ്പത്തിലേക്കും ഭാരത്തിലേക്കും ഫിഷൻ ഏരിയ ചുരുങ്ങുമ്പോൾ യുറേനിയം എൻറിച്ച്മെൻറ്റ് 90% മുകളിലാകണം. അതായത് ഒരു ബോംബിലേക്ക് വേണ്ടത് 90% മുകളിൽ എൻറിച്ച് ചെയ്ത യുറേനിയമാണ്. ഇതാണ് വെപ്പണൈസ്ഡ് യുറേനിയം. ഈ ലെവലിലേക്ക് യുറേനിയത്തെ സമ്പുഷ്ടീകരിക്കാനുള്ള ടെക്നോളജി വളരെ ക്രിട്ടിക്കലാണ്, അത് വളരെ കോംപ്ലിക്കേറ്റഡുമാണ്. ഭാരതമടക്കം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ യുറേനിയം എൻറിച്ച്മെൻറ്റിൽ മാസ്റ്റർ ചെയ്തിട്ടുള്ളൂ. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് പല മാർഗങ്ങളുണ്ട്. എങ്കിലും ഏറ്റവും ഫലപ്രദമായ മാർഗം സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ചുള്ളതാണ്. സെൻട്രിഫ്യൂജ് നമുക്കൊക്കെ പരിചയമുള്ള കാര്യമാണ്. നമ്മൾ തൈര് കടയുന്നത് കണ്ടിട്ടില്ലേ? ഉറയൊഴിച്ച പാല് ശക്തമായി മത്തിട്ട് കറക്കുമ്പോൾ തൈരും വെണ്ണയുമൊക്കെ വേർതിരിഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്നും ഈ സിറം വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതും സെൻട്രിഫ്യൂജാണ്. സാമ്പിളുകൾ ടെസ്റ്റ് ട്യൂബിലാക്കി അത് സെൻട്രിഫ്യൂജിൽ വെച്ച് കറക്കുമ്പോൾ ഭാരമുള്ള രക്തകണങ്ങൾ താഴേക്കടിയുകയും മുകളിൽ സിറം മാത്രം വേർതിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന യുറേനിയം യുറേനിയം ഓക്സൈഡ് എന്ന രൂപത്തിലാണ്. ഇതിനെ യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് എന്ന ഗ്യാസാക്കി മാറ്റും. ഈ ഗ്യാസിനെ പ്രത്യേക സെൻട്രിഫ്യൂജിലേക്ക് കടത്തി അതിശക്തമായി കറക്കുമ്പോൾ ഭാരം കൂടിയ യുറേനിയം 238 പുറത്തേക്കും ഭാരം കുറഞ്ഞ യുറേനിയം 235 ഉള്ളിലേക്കും മാറി വേർതിരിഞ്ഞ് ശേഖരിക്കപ്പെടും. ഇതുപോലെ അനേകം സെൻട്രിഫ്യൂജുകൾ നിരയായി കണക്ട് ചെയ്ത് ഈ പ്രോസസ്സ് തുടരും. അങ്ങനെ യുറേനിയം 238ഉം യുറേനിയം 235ഉം വേറെ ശേഖരിക്കപ്പെടും. 90% മുകളിൽ എൻറിച്ച്മെൻറ്റ് ആവശ്യമാണെങ്കിൽ 100 കണക്കിനോ 1000 സെൻട്രിഫ്യൂജുകൾ വേണ്ടിവരും. ഇങ്ങനെ ഓരോ തരിയും ശേഖരിച്ചാണ് നമുക്കാവശ്യമായ യുറേനിയം 235 സമ്പാദിക്കുന്നത്. നോക്കൂ, ഹിരോഷിമയിൽ പൊട്ടിയ ലിറ്റിൽ ബോയ് എന്ന ബോംബിലുണ്ടായിരുന്നത് 64 കിലോഗ്രാം മേൽ പറഞ്ഞതുപോലെയുള്ള സമ്പുഷ്ട യുറേനിയമായിരുന്നു. 1 കിലോ സമ്പുഷ്ട യുറേനിയം ലഭിക്കണമെങ്കിൽ 14,000 കിലോ നാച്ചുറൽ യുറേനിയം വേണം. അപ്പോൾ 64 കിലോഗ്രാമിന് എത്ര വേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കൂ. ഏകദേശം 700 ടൺ നാച്ചുറൽ യുറേനിയം സംസ്കരിച്ചാലേ ഒരു ചെറിയ ബോംബിനുള്ളത് ലഭിക്കുകയുള്ളൂ. ഈ യുറേനിയം പ്രകൃതിയിൽ അപൂർവമായുള്ള ഒരു മൂലകമാണ്. കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ യുറേനിയം ഖനനം തന്നെ നടക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ ഇത് എത്രമാത്രം അമൂല്യമായ ഒരു മൂലകമാണ് എന്ന് മനസ്സിലായില്ലേ? അതായത് കൂട്ടുകാരെ, ആണവ ഊർജം, ആണവ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ അതത്ര ചെറിയ കളിയല്ല. കുറച്ച് വർഷങ്ങളായി ഇറാൻ ആണവ പദ്ധതി തുടങ്ങിയിട്ട് യുറേനിയത്തെ അവർ 70% വരെ എൻറിച്ച് ചെയ്തു എന്നും ആധികാരികമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ആണവ നിലയങ്ങളിലേക്ക് ഇത്രയും എൻറിച്ച്മെൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോഴവരുടെ ലക്ഷ്യം 90% എൻറിച്ച്മെൻറ്റും അണുബോംബും തന്നെയാണ്. ഈ 70% എൻറിച്ച്മെൻറ്റ് 90%-ലെത്താൻ അധിക സമയമൊന്നും വേണ്ട. അതായത് ഇറാൻ ഒരു അണുബോംബിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിരുന്നു എന്നത് സത്യമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് 2025 ജൂണിൽ ഇസ്രയേലും അമേരിക്കയിലും വൻ ആക്രമണം നടത്തി അവരുടെ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറുകൾ മുഴുവൻ തകർത്തതും അവരുടെ ആണവ ശാസ്ത്രജ്ഞരെ തെരഞ്ഞു പിടിച്ചു വകവരുത്തിയതും. കാരണം ഇറാൻ്റെ കൈവശം ഒരു അണുബോംബ് വന്നാൽ അതാദ്യം പ്രയോഗിക്കുക ഇസ്രയേലിന് നേരെ ആയിരിക്കും എന്നത് ഉറപ്പാണ്. വളരെ ചെറിയ ഒരു രാജ്യമായ ഇസ്രയേൽ 1-2 അണുബോംബ് സ്ഫോടനം കൊണ്ട് ചാരമായി പോകും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശത്രുരാജ്യങ്ങളുടെ കയ്യിൽ അണുബോംബ് വരുന്നതിനെ അവർ എന്തു വില കൊടുത്തും തടയും, തകർക്കും. പക്ഷേ ആ പോരാട്ടത്തിനിടയിലും ഇറാൻ്റെ കയ്യിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം അവർ സുരക്ഷിതമായി സംരക്ഷിച്ചിരുന്നു. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ അവർക്ക് ആണവായുധം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു വാദമുണ്ട്. അതെത്രത്തോളം ശരിയാണ്? ഇറാൻ്റെ യുറേനിയം ശേഖരം സുരക്ഷിതമാണ് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും അവർക്കത് ബോംബാക്കി മാറ്റാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ അരിയുണ്ട് എന്ന് വയ്ക്കുക. പക്ഷേ ആ അരി ചോറായാൽ മാത്രമല്ലേ കഴിക്കാൻ കഴിയൂ? അരി മാത്രമേ ഉള്ളൂ, അത് വയ്ക്കാനുള്ള പാത്രമില്ല, വെള്ളമില്ല, അടുപ്പില്ല, ഇന്ധനമില്ല. എന്തു ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് അരി ചോറാകണമെങ്കിൽ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതുപോലെ 70% എൻറിച്ച് ചെയ്ത യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം പൂർത്തിയാക്കാനുള്ള സെൻട്രിഫ്യൂജുകൾ തകർന്നു, ആണവ കേന്ദ്രങ്ങൾ തകർന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു, ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു. ചുരുക്കത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നായയുടെ കയ്യിലെ പുതിയ തേങ്ങ പോലെയാണ് ഇറാൻ്റെ കയ്യിലെ ആ എൻറിച്ച്ഡ് യുറേനിയം. അതായത് കൂട്ടുകാരെ, ഇറാന് ഇപ്പോൾ അണുബോംബില്ല. അടുത്ത കാലത്തെങ്ങും അതുണ്ടാക്കാനും കഴിയില്ല, ഉറപ്പാണ്. സംഗതി കുറച്ച് ഗഹനമായ സബ്ജക്റ്റായിരുന്നു. കഴിയുന്നത്ര ലളിതമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.